ഇതുപോലെ പൊക്കി കൊണ്ടുവന്ന് ഇതിലേക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ശരിക്കുവേ ഈ കണ്ടുപിടുത്തം അടിപൊളിയാണ്. കാരണം നമ്മുടെ ബാത്റൂമിലെത്തി ഇനി എന്തോ പരിപാടി. അപ്പൊ നമുക്ക് ആദ്യം ബാത്റൂമിൽ കൊണ്ട് നമസ്കാരം. നമ്മളിപ്പോ എറണാകുളത്താണ്. എന്തിനാണ് ഇവിടെ വന്നതിന്റെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു അടിപൊളി സാധനം കണ്ടുപിടിച്ചൊരു മലയാളിയെ പരിചയപ്പെടാം. നമസ്കാരം. എന്റെ പേര് എൽദോ എന്നാണ്. ഞാൻ എറണാകുളം ഡിസ്ട്രിക്റ്റിൽ തിരുവാണിയിലാണ് നമ്മുടെ കമ്പനി ഇരിക്കുന്നത്. നമുക്കൊന്ന് കണ്ടാലോ? നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റ് ഒന്ന് കാണാം. നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ 4 ചുവരുകൾക്കുള്ളിൽ പെട്ടുപോണ ഒത്തിരി രോഗികളുണ്ട്. അവരെ 3, 4, 5, 6 ആൾക്കാർ കൂടി എടുത്തു പൊക്കിയിട്ട് വേണം ഒരു ചെയറിലേക്ക് മാറ്റുക, തിരിച്ചെടുക്കുക എന്നൊക്കെ പറയുന്നത്. അവർക്ക് അങ്ങനെയുള്ള ആളുകളെ ഒരാൾക്ക് തന്നെ എടുത്തുകൊണ്ട് പോയി ബാത്റൂമിൽ കൊണ്ടുപോവുക, കുളിപ്പിക്കുക, അവരുടെ കാര്യങ്ങളെല്ലാം ചെയ്ത് തിരിച്ച് ബെഡേ കൊണ്ട് കിടത്തുന്ന പ്രൊഡക്റ്റാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇത് എല്ലാവർക്കും പറ്റുമോ? എല്ലാ ആളുകൾക്കും പറ്റും ഇത്. വീട്ടിലൊരു കൊച്ചു മക്കളൊക്കെയാണെന്ന് വെച്ചോ, അവർക്കൊക്കെ ചെയ്യാം. അവർക്ക് വരെ ഇത് യൂസ് ചെയ്യത്തക്ക രീതിയിലാണ് ഡിസൈൻ ചെയ്ത് നമുക്ക് ചെയ്ത് കാണിക്കാം. നമുക്ക് 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് ഇങ്ങനെ 2 സൈഡും അകത്തിയിട്ട് ആളെ ഒരു സൈഡ് പൊക്കി കയറ്റണതും, ഒന്ന് നമ്മൾ കിടക്കണ ആളെ തിരിച്ചു കയറ്റണതും. അപ്പൊ ആദ്യം നമുക്ക് കൊച്ചു കുട്ടികൾ വരെ ഉപയോഗിക്കുന്ന ആദ്യത്തെ ഇത് ഈസി പിക് ചെയർ 1 ആണ്. അതിന്റെ ഉപയോഗം ഒന്ന് കാണാം. അപ്പൊ ഒരു വയ്യാത്ത ആളാന്ന് വെച്ചോ, ശരിക്കും ഇതുപോലുള്ള ആളെ ബാത്റൂമിൽ കൊണ്ടുപോകാൻ ഇയാളെ പോലെ ഒരാൾക്ക് പറ്റും. എത്ര പഠിക്കുന്നത്? 5ാം ക്ലാസ്സിൽ പഠിക്കുക. കൊണ്ടുവരുവാണ്. ഇങ്ങനെ കൊണ്ടുവന്നതിന് ശേഷം അടുത്തെത്തിയതിനു ശേഷം 2 സൈഡിലേക്ക് നമ്മൾ ഓപ്പൺ ചെയ്ത് കൊടുക്കത്തക്ക രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തേക്കണേ. എന്നിട്ട് നമ്മൾ പതുക്കെ ബെഡിന്റെ അടിയിലേക്ക് നമ്മൾ ഇങ്ങനെ തള്ളി കയറ്റുവാണ്. ഈ സംഭവം 2ആയിട്ട് മാറി കഴിഞ്ഞിട്ട് ബെഡിന്റെ അടിയിലേക്ക് കയറ്റുവാണ്. അപ്പൊ ഈ ബെഡിന് ഇച്ചിരി ഹൈറ്റ് കൂടുതലോ കുറവുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഹൈഡ്രോളിക് സിസ്റ്റത്തിലാണ് പൊക്കവും താത്തുകയും ചെയ്യുന്നത്. ഹൈഡ്രോളിക്കിൽ നമ്മളിപ്പോൾ താത്തി കഴിഞ്ഞു. ഇനി നമ്മൾ ഈ ഒരു സൈഡ് നമ്മൾ ഇതേപോലെ ചേർത്ത് അതിന്റെ ഉള്ളിലേക്ക് കയറ്റുവാണ്. വളരെ സിമ്പിൾ ആയിട്ട് ആളെ അതിന്റെ ഉള്ളിലേക്ക് കയറ്റി അതെന്ന് അടുത്ത സൈഡ് നമ്മൾ ഇതുപോലെ പൊക്കി ഉള്ളിട്ട് കയറ്റി എന്നിട്ട് ഇത് 2ഉം കൂടി ചേർത്ത് വെച്ചിട്ട് നമുക്ക് ലോക്ക് ചെയ്യാൻ പറ്റും. ബാക്കി ലോക്കിംഗ് സിസ്റ്റം ഉണ്ട്. അപ്പൊ നമുക്ക് അല്പം മുമ്പിലേക്ക് വലിക്കുക. കുറച്ച് നമ്മൾ മുമ്പിലേക്ക് വലിച്ചതിന് ശേഷം വലിച്ചെടുത്തു കഴിഞ്ഞാൽ ഈ ലോക്ക് ഇടാനായിട്ട് അപ്പൊ നമുക്ക് ആളെ ബെഡിൽ നിന്ന് പൊക്കണമെങ്കിൽ പതുക്കെ അതേപോലെ പൊക്കി അത് വളരെ സിമ്പിൾ ആയിട്ട് എത്ര വെയിറ്റ് ഉള്ള ആളെ നമുക്ക് പൊക്കാൻ പറ്റും. ഇനി നമ്മൾ വലിച്ച് പുറത്തിറക്കിയതിനു ശേഷം പോയിട്ട് ലോക്ക് ഇട്ട് കൊടുക്കാന്നുള്ളതാണ്. പോകത്തില്ല. ലോക്കിംഗ് സിസ്റ്റം നമ്മൾ ചേർത്ത് വെച്ചതിന് ശേഷം ലോക്കിട്ട് കഴിഞ്ഞു. അപ്പൊ ഇനി അങ്ങോട്ടും 4 സൈഡും കവേർഡ് ആണ്. നമ്മളിത് തൊട്ടിട്ടില്ല. അവർക്ക് പേടിക്കേ വേണം. ഇനി അടുത്ത ബാത്റൂമിലേക്ക് പോവാന്നുള്ള നമ്മുടെ ബാത്റൂമിലെത്തി ഇനി എന്തോ പരിപാടി. അപ്പൊ നമുക്ക് ആദ്യം ബാത്റൂമിൽ കൊണ്ടുവന്ന ക്ലോസറ്റിലേക്ക് ആളെ കൊണ്ടുപോകാന്നുള്ളതാണ്. ക്ലോസറ്റിലേക്ക് നമ്മൾ ഇതുപോലെ സേഫായിട്ട് കൊണ്ടുവന്ന് സെന്ററിൽ കൊണ്ടുവന്ന് നിർത്തിയതിനു ശേഷം വീണ്ടും നമ്മൾ ഇത് ഹൈഡ്രോളിക് റിലീസ് ചെയ്ത് കൊടുക്കുക. മോള് തന്നെ ചവിട്ടിയുണ്ടായിരുന്നോ? കറക്റ്റ് വളരെ സിമ്പിൾ ആയിട്ട് ആളെ കൊണ്ടുവന്നു. ഇതിനകത്ത് തന്നെ ഇരുന്ന് പോവാനാണ് നമ്മൾ പറഞ്ഞ. ക്ലോസറ്റിലേക്ക് ആളെ ഇരുത്തി കഴിഞ്ഞാൽ പിന്നെ അവിടെ തിരിച്ചെടുക്കാൻ പറ്റില്ല. ഒന്നാമത് ക്ലോസറ്റ് നനഞ്ഞതാണ്, പിന്നെ ക്ലോസറ്റിന്റെ വീതി കുറവാണ്. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ സെന്ററിൽ തന്നെ അവർക്ക് കക്കൂസി പോകത്തക്ക രീതിയിലുള്ള അറേഞ്ച്മെന്റ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഇരുന്ന് തന്നെ പോവാ. വീണ്ടും നമ്മൾ തിരിച്ചെടുക്കുക. തിരിച്ച് വലിച്ചെടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ അതേപോലെ വലിച്ച് പതുക്കെ പുറത്തി അടിച്ചിട്ട് ആളെ കുളിപ്പിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ പരിപാടി. അപ്പൊ കുളിപ്പിക്കാൻ നമ്മൾ കുറച്ച് സൈഡിലേക്ക് അങ്ങ് നീക്കി വെക്കുക. സൈഡിലേക്ക് നീക്കി വെച്ചതിന് ശേഷം നമ്മൾ ഷവർ എടുത്തിട്ട് ആളെ ഇതേപോലെ സൈഡിൽ വെച്ച് കുളിപ്പിക്കുക. കാരണം സോപ്പ് വെള്ളമൊന്നും ഇതിനകത്ത് ഇത് കവർ ചെയ്ത് വെച്ചതിന് ശേഷം കുളിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. അപ്പൊ ഈ സംഭവം ശരിക്കും വെള്ളം വീഴുന്ന ഒരു സ്ഥലമാണ്. ഇല്ല, ഇതിന് നമ്മൾ അതിന് വേണ്ടിയിട്ട് ചെയ്തേക്കണം. ഇതിന്റെ അടിഭാഗത്ത് ചെയ്തേക്കണത് നമ്മൾ അടിഭാഗത്ത് അലൂമിനിയവും മേളുഭാഗത്ത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. 304 സ്റ്റെയിൻലെസ് സ്റ്റീലാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചത്. അതുകൊണ്ട് ഒരു കാരണവശാലും കംപ്ലൈന്റ് വരില്ല. പിന്നെ അലൂമിനിയത്തിൽ വെൽഡ് ചെയ്തിട്ടാണ്. അപ്പൊ നല്ല റിജിഡ് ആണ്, സ്ട്രോങ് ആണ്. അങ്ങനെയാണ് നമ്മൾ ഈ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയത്. അതുകൊണ്ട് ഒരു കാരണവശാലും തുരുമ്പെടുക്കുന്ന വിഷയമില്ല. വളരെ ചെറിയ ഭാഗങ്ങൾ മാത്രം, ഒഴിവാക്കാൻ പാടാത്ത ഭാഗം മാത്രമേ ഇതിനകത്ത് ഇരുമ്പുള്ളൂ. അതുകൊണ്ട് വെള്ളത്തിൽ കുളിപ്പിക്കുന്നത് കൊണ്ടോ വെള്ളം വീണുകൊണ്ടോ യാതൊരു പ്രോബ്ലം ഈ പ്രൊഡക്റ്റിന് വരില്ല. ഇനി അടുത്ത സംഭവം നമുക്ക് തിരിച്ച് വീണ്ടും നമ്മൾ ബെഡിൽ കൊണ്ട് ഇരുത്തുന്നു. അടുത്ത സംഭവം അപ്പൊ നമ്മൾ ബാത്റൂമിലെ വർക്കെല്ലാം കഴിഞ്ഞു, ആളെ കുളിപ്പിച്ചു, കക്കൂസിലൊക്കെ പോണ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് റെഡിയാക്കി തുടച്ചു കൊണ്ടുവന്ന് നേരെ ഇനി ശരിക്കും ഇത് കാണാതെ മോള് ഇങ്ങനെ ചെയ്തെന്ന് പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല. ഈ സംഭവം കാണാൻ വിശ്വസിക്കത്തില്ല. ഹൈഡ്രോളിക്കിൽ നമ്മൾ ആളെ പൊക്കിയതിന് ശേഷം തള്ളി കട്ടലിലേക്ക് കയറ്റി എന്നിട്ട് പഴയതുപോലെ തന്നെ ഒരു സൈഡ് തിരിച്ചു കൊടുക്കുക. ആളപ്പൊ എടുത്തതുപോലെ തന്നെ ആൾക്ക് രോഗിക്ക് ഒരു അനക്കം പോലുമില്ല. ഇപ്പൊ നമുക്ക് പലർക്കും കൈ തൊട്ട വേദനയായിരിക്കും, കാല് തൊട്ട വേദനയായിരിക്കും. ഇതൊന്നും ഒരു പ്രശ്നമല്ല. രോഗിക്ക് ഒരു കഴിഞ്ഞ് മാറി ആളെ കൊണ്ടിരുത്തി എല്ലാ പരിപാടിയും തീർത്ത് കൊച്ചു കുട്ടികൾക്ക് വരെ ഉപയോഗിക്കാൻ പറ്റും. ഇപ്പൊ മോളെല്ലാം
കൊണ്ടുവന്ന് കറക്റ്റ് ചെയ്ത് കിടക്കുന്ന ഒരു രോഗിയാണ് എങ്ങനെ കിടക്കുന്ന രോഗിക്ക് വേണ്ടിയിട്ട് നമ്മൾ ECP ചെയർ സെക്കൻഡ് എന്ന് പറഞ്ഞ ഒരു പ്രൊഡക്റ്റ് കൂടി ചെയ്തിട്ടുണ്ട്. അതാണ് ഇത് വേറെ പ്രൊഡക്റ്റ് ആണ്. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്നുള്ളത് കാണാം. ഇത് നമുക്ക് ഇതേപോലെ മടക്കി ഒതുക്കിയൊക്കെ വെക്കത്തക്ക രീതിയിലുള്ളതാണ്. വളരെ ഈസി ആയിട്ട് വെക്കാൻ പറ്റും. സ്റ്റീലും ബാക്കിയുള്ള സാധനങ്ങൾ അലൂമിനിയം തന്നെയാണ്. ഇതിനകത്ത് നമുക്ക് 2 ബെഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് കണ്ടോ, ഇത് നമുക്ക് ഹോൾ ഉള്ള ഒരു ബെഡ് ഉണ്ട്. ഇത് നമുക്ക് മറ്റേതുപോലെ ബാത്റൂമിൽ കൊണ്ടുപോകാൻ കാര്യങ്ങൾക്കൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്, ബാത്റൂമിൽ ആവശ്യത്തിന്. ഇനിയിപ്പോ നമ്മൾ ഇവരെ കട്ടിൽ നിന്ന് നമ്മൾ എടുത്ത് പുറത്തോട്ട് കൊണ്ടുപോകണം, അതായത് ഇവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷന് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ബെഡ് ഉപയോഗിക്കാൻ പറ്റും. ഈ ബെഡിനെ കൊണ്ടുവന്ന് നമ്മൾ ഇവരുടെ ബാക്ക് സൈഡിലായിട്ട് ഇതേപോലെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്യാണ് ചെയ്യണത്. ഇതേപോലെ സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഈ രോഗീനെ നമ്മൾ പതുക്കെ എടുത്ത് ഇതിലേക്ക് പിടിച്ച് കയറ്റുവാണ്. ഇപ്പൊ കിടക്കുന്ന രോഗിയാണല്ലോ, അപ്പൊ അവരെ നമ്മൾ പതുക്കെ ഇതേപോലെ പൊക്കി കൊണ്ടുവന്ന് ഇതിലേക്ക് തിരിച്ചാൽ മതി. അവർ ബെഡേ കയറി കഴിഞ്ഞു, മനസ്സിലായില്ലേ? ഇനി നമ്മൾ ഇത് കൊണ്ടുവന്നിട്ട് നമ്മൾ ECP ചെയർ ഇങ്ങനെ കൊണ്ടുവന്നതിന് ശേഷം ഈ ബെഡിലേക്ക് നമ്മൾ കയറ്റുവാണ് ചെയ്യുന്നത്. ഇതേപോലെ സിമ്പിൾ ആയിട്ട് നമ്മൾ ഇതും ഹൈഡ്രോളിക് തന്നെ ഇതേപോലെ കൊണ്ടുവന്ന് നമ്മൾ മാക്സിമം കയറ്റിയിട്ട് എല്ലാം അത്രേ ഉള്ളൂ പണി. പരിപാടിയേ ഉള്ളൂ, കൊച്ചു പരിപാടിയേ ഉള്ളൂ. ആളെ പൊക്കോ ഒന്നും ചെയ്യാവുന്ന കാര്യമുള്ളൂ, സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. എത്ര കൊച്ചു കുട്ടികൾക്ക് വേണമെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാം. ഇങ്ങനെ ഇതിന് ശേഷം നമ്മൾ പതുക്കെ ആളെ പൊക്കുക. ഹൈഡ്രോളിക് കൊടുത്ത് പൊക്കിയതിന് ശേഷം ഇതിന്റെ ബാക്കിൽ ഒരു റെസ്റ്റ് ഉണ്ട്. അതിന് ആളെ എങ്ങനെ ഇരുത്തി നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല, രോഗിയാണ് പുറകോട്ട് പോകും. അപ്പൊ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി ഇതിനെ നമ്മൾ ചെയർ തന്നെ ആക്കി എടുക്കണം. അപ്പൊ നമ്മൾ ഇതേപോലത്തെ ഒരു ബാക്ക് റെസ്റ്റ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇത്രേ ഉള്ളു കാര്യം. ഇപ്പൊ നമ്മൾ സുഖമായിട്ടിരിക്കാവുന്ന ഒരു ചെയറായി. അത് നമ്മൾ പതുക്കെ ആളെ വലിച്ച് പുറത്തോട്ട്. ഇപ്പൊ ഇത് വെളിയിൽ കൊണ്ടുവന്ന് മാത്രമല്ല, ഇപ്പം കാറ്റ് കൊള്ളാനായിട്ട് നമുക്ക് പുറത്തോട്ടൊക്കെ ഒന്ന് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ 4 ചുവരിനുള്ളിൽ പെട്ടുപോണ ആൾക്കാർ ഒന്ന് പുറത്തു കൊണ്ട് മഴയും കാറ്റും കിളിയും എല്ലാം പക്ഷികളെയൊക്കെ ഒന്ന് കാണുന്ന വെച്ചാൽ അവരെ സംബന്ധിച്ച് വളരെ റിലാക്സ് ആണ്. അവരുടെ ലോകത്തിന് പകുതി ആശ്വാസമാണത്. ഇനി വണ്ടി കയറ്റുന്നത് എങ്ങനെയാണെന്നും കൂടി നമുക്ക് നോക്കാം. വണ്ടിയിലേക്ക് നേരെ കൊണ്ടുപോകാൻ ഓരോ ആൾക്ക് ഇതേപോലെ സിമ്പിൾ ആയിട്ട് ഒരു വിരൽ കൊടുത്ത് ഈസി ആയിട്ട് കൊണ്ടാവുന്നുള്ളൂ. അതേപോലെ ഇതേപോലെയുള്ള ടൈലിന്റെ ഉള്ളിൽ കൂടെ ഒക്കെ നമുക്ക് ഈസി ആയിട്ട് പോരാൻ പറ്റും. അപ്പൊ നമ്മൾ വണ്ടിയിലേക്ക് കയറ്റാൻ പോകണം. വണ്ടിയിലേക്ക് കയറ്റുന്നതിന് മുമ്പ് വണ്ടിയിൽ ഒരു സിസ്റ്റം നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ EC പുഷ് ആൻഡ് പുൾ എന്നാണ് പറയണേ. ഇതേപോലെ നമ്മൾ തുറന്നിട്ട് ഈ വണ്ടിയുടെ സീറ്റിനെ നമ്മൾ പുറത്തേട്ട് കൊണ്ടുവരാന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. EC പുഷ് ആൻഡ് പുൾ. ഇത് നമ്മുടെ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്ക് ആളുകൾക്ക് വെച്ച് നോക്കി ഉപയോഗിച്ച് നോക്കിയിട്ട് അവിടെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ വണ്ടി ചെയ്തു കൊടുക്കുകയാണ്. ചെയ്തു കൊടുക്കും. ഈ ടൈപ്പ് കാറിൽ നമുക്ക് പറ്റത്തുള്ളൂ. ഒത്തിരി ഹൈറ്റ് കൂടിയ കാറുകൾ പറ്റത്തില്ല. ഹാച്ച് ബാക്ക് നമുക്ക് ബാക്കിലെ ഡോറ് സീറ്റ് മറിച്ചിട്ടതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ കയറ്റി വെക്കത്തക്ക രീതിയിൽ ഉള്ള അറേഞ്ച്മെന്റോട് കൂടിയാണ് നമുക്കിത് കൊണ്ടുപോകാനും പറ്റത്തുള്ളൂ. അപ്പൊ നമുക്കിനി രോഗിനെ ഇങ്ങനെ കൊണ്ടുപോകുന്നു. വളരെ സിമ്പിളായിട്ട് നമ്മൾ ഇങ്ങനെ കൊണ്ടുവന്നതിന് ശേഷം ഹൈഡ്രോളിക് നമ്മൾ റേസ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് നമ്മൾ ഇങ്ങനെ അങ്ങ് കയറ്റി അതിനുശേഷം ഹൈഡ്രോളിക് നമ്മൾ റിലീസ് ചെയ്ത് കൊടുത്തു. ആദ്യം നമ്മൾ ഈ ബാക്കിൽ ഇത് ഊരി എടുക്കണം കേട്ടോ. ഇത് ഊരി എടുത്തതിന് ശേഷം നമ്മൾ ഈ ചെയിനുകളെല്ലാം അൺലോക്ക് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് നമ്മുടെ ECP ചെയറിനെ പതുക്കെ മാറ്റി ദെൻ നമ്മൾ ആളെ നമ്മൾ ഇങ്ങനെ പിടിച്ച് നമുക്ക് ഇച്ചിരി തള്ളി കയറ്റി വെക്കണമെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ഉള്ളിലേക്ക് തള്ളി കയറ്റി വെക്കാൻ പറ്റും. ഇതേപോലെ നമുക്ക് തള്ളി കയറ്റത്തക്ക രീതിയിലുള്ള അറേഞ്ച്മെന്റ് നമ്മൾ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇതേപോലെ തിരിച്ച് ആളെ നമ്മൾ ഉള്ളിലേക്ക് കയറ്റുവാണ് ഇങ്ങനെ. സിമ്പിൾ ആയിട്ട് ആളെ ഉള്ളിലേക്ക്. ഈ സിസ്റ്റം നമുക്ക് ഇവിടെ നിന്ന് ഇപ്പൊ തള്ളി ഉപയോഗിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ബാക്കിൽ നിന്ന് നമുക്ക് സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ബാക്കിൽ സീറ്റിൽ ആൾ കയറിയിരിക്കുക. എന്നിട്ട് നമ്മൾ ഇങ്ങനെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇങ്ങനെ തിരിക്കാൻ പറ്റും. ഇങ്ങനെ തിരിക്കും. ഇത് ഇച്ചിരി കൂടി ഈസിയാണ്. അങ്ങനെ വേണമെങ്കിൽ ആളുകൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇതുപോലെ നിസ്സാരമായിട്ട് ചെയ്യാൻ പറ്റും. ശരിക്കുവേ ഈ കണ്ടുപിടുത്തം അടിപൊളിയാണ്. കാരണം ഓരോ വീടുകളിലും വീണായാലും അല്ലാതായാലും ഇഷ്ടംപോലെ ആളുകൾ കഷ്ടപ്പെട്ട് ജീവിക്കും. പ്രായമുള്ള ആൾക്കാരുണ്ട്, അല്ലാതുള്ളവരുണ്ട്. അപ്പൊ അവർക്കൊക്കെ ഒരു വലിയ ഉപകാരപ്പെടുന്ന ഒരു സാധനമാണ്. അപ്പൊ ഇത് വേണം തന്നെ എന്തോ ചെയ്യണ്ടേ? ഇത് നമ്മൾ നമ്മുടെ നമ്പർ 2 കൊടുക്കാം, അതിലേക്ക് വിളിക്കുക. നമ്മൾ എപ്പോഴും കസ്റ്റമറോട് നമ്മുടെ കമ്പനി എറണാകുളം ഡിസ്ട്രിക്റ്റിൽ തിരുവാണിയൂരാണ്, ഇവിടെ വരിക, ഈ പ്രൊഡക്റ്റ് കാണുക, ഉപയോഗിച്ച് നോക്കുക. എന്നിട്ട് അവർക്ക് അവരുടേതായ രീതി കൂടി എന്തെങ്കിലും മാറ്റങ്ങൾ വേണമെന്ന് പറഞ്ഞാൽ ആ മാറ്റത്തിനനുസരിച്ച് നമ്മൾ ചെയ്തു കൊടുക്കുകയാണ്. ഓൾ ഇന്ത്യ ലെവലിൽ ചെയ്തു കൊടുക്കും. ഇനി വരാൻ പറ്റാത്തവർക്ക് അവരുടെ അളവ് കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ബാത്റൂം ഡിഫറൻ്റ് ആണ്, ബെഡ്റൂം ഡിഫറൻ്റ് ആണ്, അതിനൊക്കെ അനുസരിച്ച് കയറ്റി ഉറക്കുകയും ചെയ്യത്തക്ക രീതിയിൽ വേണമെന്ന് പറഞ്ഞാൽ അതനുസരിച്ച് മാറ്റി നമുക്ക് ചെയ്ത് അവർക്ക് അയച്ചു കൊടുക്കാനും പറ്റും. ഓൾ ഇന്ത്യ ലെവലിൽ നമ്മൾ 2 ടൈപ്പാണ് ഇപ്പോൾ ഉള്ളത്. നമുക്ക് ഇങ്ങനെ കൊണ്ടുവരുന്നത് ഒന്നവിടെ. അപ്പൊ ഇതുമായിട്ട് ആവശ്യമുള്ളവർക്ക് വീഡിയോയിൽ നമ്പറുണ്ട്, കമന്റ് ബോക്സിൽ നമ്പറുണ്ട്, വിളിച്ചിട്ട് പോന്നാൽ മതി. എല്ലാ കാര്യങ്ങളും അവർക്ക് വേണ്ടി നമ്മൾ ചെയ്യാൻ റെഡിയാണ്.